ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ആകുലതകൾ ഭയത്തിൻ്റെ തന്നെ ഗുരുത്വം കുറഞ്ഞ എക്സ്പ്രഷനാണ്. സ്നേഹത്തിൻ്റെ അപൂർണത കൊണ്ടാവാം ഒരാൾ പലപ്പോഴും ഭയപ്പെടുന്നത്. എന്നാൽ ജീവന്റെ സമൃദ്ധിയെ തന്നെ വല്ലാതെ ദുർബലമാക്കുന്ന ആകുലതകളെ എങ്ങനെ നേരിടണമെന്ന് മറിയ നമുക്ക് കാണിച്ചു തരുന്നു. മറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം തിരഞ്ഞെടുത്തവൾ എന്നാണ്. യേശുവിൻ്റെ അമ്മ മറിയയെ കൂടാതെ മറ്റ് 6 സ്ത്രീകൾക്ക് കൂടെ മറിയ എന്ന തിരുവചനത്തിൽ പേര് കാണുന്നുണ്ട്. അവരെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചതുമാണ്. ഹീബ്രു പദമായ മിരിയാം എന്ന പേരിൽ നിന്നുമാണ് മറിയ എന്ന പദം ഉണ്ടായത്. ലോകരക്ഷകന്റെ പിറവിക്കായി ദൈവം മറിയയെ തിരഞ്ഞെടുക്കുന്നു. അതിനുള്ള മറിയയുടെ ചില യോഗ്യതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പ്രവാചക തുല്യമായ ജീവിത ദർശനം. മഹത്വങ്ങൾ ഏറെയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മറിയ എന്ന നസറേത്തുകാരി പെൺകുട്ടിയുടെ ദർശനം പഴയ നിയമ പ്രവാചകന്മാരുടേതിന് തുല്യമാണ്. പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ അവളുടെ ജീവിതത്തിന് പ്രതീകാത്മകത ഒന്നുമില്ല. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണത്തിൽ വളർത്തപ്പെടുകയും ചെയ്ത ഒരു സാധാരണക്കാരി പെൺകുട്ടി. ഇത്തരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അവൾ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും ഗബ്രിയേൽ മാലാഖ അവളെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമാന ആദരവുകൾ നിറയുന്ന ഭാഷയിൽ കൃപ ലഭിച്ചവളെ എന്നാണ്. ഒരു വ്യക്തിയെ ആദരിക്കുവാനുള്ള മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മാനദണ്ഡങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇവിടെ പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രം ലഭിക്കേണ്ടതായ അരുളപ്പാടുകൾ മറിയയ്ക്ക് ലഭിക്കുന്നു. അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ ജനിക്കുവാൻ പോകുന്ന ശിശു ആരായി തീരും എന്ന വലിയ അരുളപ്പാടുകൾ മറിയയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ അമ്മയിൽ പ്രവാചകന്മാരുടെ തീക്ഷ്ണതയും നീതിബോധവും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ അമ്മയുടെ മകൻ തൻ്റെ മാതാവിൻ്റെ മനസ്സിൽ ശക്തമായി നിലകൊണ്ട ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ആവിഷ്കാരമാണ് തൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രമിച്ചത്. രണ്ടാമതായിട്ട് വിശ്വാസം ജീവിതമാക്കുന്ന ചങ്കൂറ്റം. ദൈവിക പദ്ധതിക്ക് നേതൃത്വം നൽകുവാൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ദൂതൻ പറയുമ്പോൾ അത് മറിയയ്ക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ പഴയ നിയമ പ്രവാചകന്മാരെ പോലെ, അതായത് മോശ, ഏലിയാവ്, ഇരമ്യാവ് ഇവരെ പോലെ ദൈവം ആവശ്യപ്പെട്ട ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ മറിയ ശ്രമിക്കുന്നില്ല. ദൈവം തൻ്റെ ജനതയെ ഉദ്ധരിക്കുമെന്നും നീതിയും സമാധാനവുമുള്ള ദൈവരാജ്യം സ്ഥാപിക്കുമെന്നും മറിയ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനാൽ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു തീരുമാനമായിരുന്നു എങ്കിലും ചങ്കൂറ്റത്തോടെ, ഭയപ്പാടിൻ്റെ നിഴലുപോലുമില്ലാതെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ മറിയയ്ക്ക് സാധിക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള തികഞ്ഞ വിശ്വാസവും അതിൽ തൻ്റെ സ്ഥാനം നിർവഹിക്കുന്നതിനുള്ള ചങ്കൂറ്റം അഥവാ കറതീർന്ന ധൈര്യവുമാണ് മറിയ പ്രകടിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മറിയ ഇവിടെ കാണിക്കുന്ന വിശ്വാസവും ധൈര്യവുമാണ് ഗത്ശമനയിൽ യേശു കർത്താവും പ്രകടിപ്പിക്കുന്നത്. മറിയ എന്ന സാധാരണക്കാരിക്ക് തൻ്റെ മകനെ ഇത്രയധികം സ്വാധീനിക്കുവാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് സ്വാധീനിക്കത്തക്കതും പ്രചോദനാത്മകവും ആയിത്തീരട്ടെ. മറിയയെപ്പോലെ പ്രവാചക തുല്യമായും ചങ്കൂറ്റത്തോടെയും ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ആകുലതകളുടെ മുന്നിൽ പകച്ചു പോകാതെ ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ മറിയയെപ്പോലെ മുന്നേറുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ. ആമേൻ.